വാസുണ്ണന്റെ മരണാനന്ദ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവമേ വാസുണ്ണനെ കാത്തോളേ. മലയാളിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുവാണ്. ഗ്യാങ് ഹൗസിലോട്ട് വരാൻ പറയടാ. നാടിന്റെ നാഥന് വീട പരുന്തു വാസു ഉപചാരപൂർവ്വ ഭരണ വീട്ടിൽ കിടന്നത് എല്ലാരും ഇങ്ങനെ ബേളം. അവിടെ രാമായണം വരെയൊക്കെ കേൾക്കുന്ന പോലും അപ്പൊ രാമായണം വായിക്കാൻ രാമായണം വായിക്കുന്ന മലയാളിയുടെ ബോഡി ഒഴുക്കാൻ പോണേ. എന്റെ KGF വീണ്ടെടുക്കാൻ ഞാൻ തിരിച്ചു വരും. എന്റെ പെട്ടി എവിടെ ഇരിക്കണ ബാബു? ചന്ദ്ര പോലെ ചന്ദ്ര കട 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 കട. വാസുണ്ണ സിറ്റിയിൽ വന്നിട്ട് ഏകദേശം 4 ദിവസത്തോളമായി. അവസാനമായിട്ട് കണ്ടത് ഏതാ 2-ാം തീയതി എന്തോ ടർഫിനാണ്. 2-നോ 3-നോ ദിവസം എത്രയായി? വാസുണ്ണന്റെ മരണാനന്ദ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് മുടിയും വെട്ടി ഇതിൽ നിന്ന് മരണാനന്തര ചടങ്ങുകളിലേക്ക് നോക്കിയിട്ട് ഇന്ന് ആധാരം എടുത്ത് TB നമ്മൾ ഉണ്ടാക്കുവാണ്. അപ്പൊ TBയുടെ ആരംഭം ദൈവമേ കൈ തൊഴാൻ കോക്കണം വാസുണ്ണനെ ദൈവമേ വാസുണ്ണനെ കാത്തോളേ. ഇതങ്ങനെ വാസുണ്ണൻ പോയി കഴിച്ച് തവള വിട്ട് പോയി. ഇനിയിപ്പോ വാസുണ്ണന് പോലെ നമ്മള് TB ആയിട്ട് നോക്കുവാണ്. വാസുണ്ണന് നമ്മള് എല്ലാ രീതിയിലും വാസുണ്ണന് നമ്മൾ കൊടുക്കുവാണ്. കുറച്ച് ഫ്ലെക്സ് പോസ്റ്ററും ഈ ചവരിൽ സൈഡിലടിക്കുന്ന ആദരാഞ്ജലികളുടെ സാധനവും നമുക്ക് സെറ്റാക്കുന്നുണ്ട്. അപ്പൊ ഇനി മെഴുകുതിരി ചന്ദനം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മണം ഈ ചീഞ്ഞ ഡെഡ് ബോഡിയുടെ മണം അടിക്കാതിരിക്കാൻ ചന്ദനം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ബോഡി കിട്ടാത്തതിനെ തുടർന്ന് നമ്മള് ചെറിയൊരു കുടം വെച്ചാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇനി വെള്ളത്തിൽ ഒഴുക്കണം. പിന്നെ വാസുണ്ണൻ പറഞ്ഞ് ഏൽപ്പിച്ചതനുസരിച്ചിട്ട് ഇത് ഞാനാണ് ഭരിക്കേണ്ടത്. സത്യം പറയാം ടിവിയെ ബാബു ഭരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മുദ്രക്കടലാസ് എഴുതി മുകളിൽ വെച്ചിട്ടുണ്ട്. ഒക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാസുണ്ണൻ എന്തായാലും വരൂല. കുറച്ച് ദിവസം ഈ വാസുണ്ണനെ കാണാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് RIP വാസുണ്ണൻ. ചന്ദ്രനെ കൂടെ വിളിച്ചിട്ട് പെട്ടെന്ന് വരട്ടെ. പെട്ടെന്ന് മുടി വെട്ടിയിട്ട് നിൽക്കാം. ഒരുപാട് പേര് കാണാനൊക്കെ വരുന്ന ഒന്ന് ഫേഷ്യലും ചെയ്തേക്കാം. എന്തായാലും ബോഡിയിൽ നിന്ന് പറയാൻ മലയാളി വാസുണ്ണൻ്റെ ഒരു ജട്ടി കൊണ്ടിട്ട് അതിന് ചുറ്റി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും. ഹലോ ബാബു, ബാബു എന്താ ഒരു പ്രശ്നം ഉണ്ടടാ? കാര്യം പറ. പോയി. നീ എവിടെ ഉണ്ട്? നമ്മുടെ ഗ്യാങ് ഹൗസിൽ വരല്ലേ? നീ അടുത്ത ഡ്രസ് ഷോപ്പിലാ. ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടി വാ. നീ വാ ഞാൻ കാണിച്ചു തരാം. വാ. നിന്റെ ലുക്ക് കാണിക്കാനാ വിളിച്ചത് എന്നെ? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചിട്ട് അത് പോയടാ. എന്ത് പൈസയാ? വാ ഈ ഡോർ നോക്കടാ. പോയടാ പോയി. ബാബു ഉറപ്പായിട്ടും ജീവിച്ചിട്ടുണ്ടാവൂലടാ. ഞാൻ ഒരു ജോത്സ്യനെ കണ്ട് ചോദിച്ചു. അവരും പറഞ്ഞ് ചട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. ചന്ദ്ര കൊറേ കട ഉണ്ടല്ലോടാ. ഇതാകുമ്പോ പിന്നെ മറ്റേ ഇതും കിട്ടും. പോയി അണ്ണനൊക്കെ പോയി. ഹിമക്കാരനെ പിടിച്ച് എടാ LICയുടെ പോലീസിന് ആള് വരും. അവര് ഡെഡ് ബോഡി കണ്ടാലേ അവര് പൈസ ആയിട്ടുള്ളൂന്ന് പറഞ്ഞ് പോടാ. നീ കണ്ടിട്ട് എത്ര ദിവസമായി മുതലേ? ഇത്രയും ദിവസം ഇന്റെ വരെ വിട്ട് നിന്നിട്ടുണ്ടാ? വിളിക്കായിരുന്നിട്ടുണ്ടാ? ഇല്ല. എടാ ഒരു കറുത്ത കൊടി കിട്ടണല്ലോ ഇവിടെ. എടാ ഫ്രണ്ടിൽ ഒരു കറുത്ത കൊടി കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഒരു കറുത്ത എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ? ഒരു ബോർഡെങ്കിലും. രായന്റെ മുണ്ടൂരി ഇവിടെ ചുറ്റിട്ടല്ലടാ. ഇപ്പൊ ചടങ്ങുകൾ നടക്കുന്ന എല്ലാവരുടെ വരാൻ പറ. മലയാളിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുവാണ്. ഗ്യാങ് ഹൗസിലോട്ട് വരാൻ പറയടാ.
ബാബു നമുക്ക് അങ്ങോട്ട് ടിവിയെ വാസു പാസ്ഡയോ വന്നപ്പോഴേ അതൊക്കെയാണല്ലോ കാണണേ. എവരിവൺ ഇൻ ദ സിറ്റി ഈസ് ഇൻവൈറ്റഡ് ഫോർ പരുന്തു വാസുസ് ഫ്യൂണറൽ ഫംഗ്ഷനോ. 2 ദിവസം സിറ്റിയിൽ വരായിരുന്നപ്പോ കൊന്നു കളഞ്ഞല്ലേ എന്നെ. ഇതെന്തോ ഇതില് വാറിലും പോസ്റ്ററിലും ഒക്കെ കാണണേ. അണ്ണാ അത് ഗണ്ണ് വിൽപ്പനാണ്. ഇത് പരിപാടി ഉണ്ടെന്നോ? ഗണ്ണ് വിൽപ്പനയുടെ അടിച്ചു നോക്കണ വായിച്ചു നോക്കണ എന്തുവാന്ന്. ഹാപ്പി ഡെഡ് ആനിവേഴ്സറി വാസണ്ണ. ഞാൻ ഇപ്പൊ വാർത്ത കയറിയുള്ള എനിക്കൊന്നും അറിയത്തില്ല, ചേട്ടൻ അറിയത്തില്ല. പിന്നെ ഇവിടെ നിക്കുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു പറയാനടാ. അല്ല ആരെങ്കിലും കേട്ടെന്റെ വിചാരിക്കും. ആളെ കൂട്ടാൻ പറ്റില്ല, അതും കൂട്ടണം. ആ ചന്ദ്ര ചന്ദ്ര രാമായണം വായിക്കണ്ട ഫോട്ടോ പാട്ടോ പേ രാമായണം വായിക്കണ്ടാ. കറക്റ്റ് ചന്ദ്ര ഇവൻ വായിക്കുന്നുണ്ട് ഇവൻ വായിക്കുന്നുണ്ട്. രാമായണം വായിക്കാം രാമായണം വായിക്കാം. ബാഡി കിട്ടിയില്ല, ഒരു ജെട്ടി മാത്രമേ കിട്ടിയുള്ളൂ മിച്ചമായിട്ട്. നീയേ നീ വെറുതെ ഒന്ന് ഗ്യാങ് ഹൗസ് വിളിച്ചു ചോദിച്ചേ എന്താ സംഭവം. ഞാൻ റേഡിയോയിൽ തന്നെ ചോദിക്കാം, ഞാൻ ചോദിക്കാം. റേഡിയോയിൽ ജോയിൻ ചെയ്യും. ഹലോ റേഡിയോയിൽ ആരൊക്കെ ഉണ്ട്? ഹലോ എല്ലാരും ഗ്യാങ് ഹൗസ് വാടാ. അണ്ണനെ കരടി കൊണ്ടുപോയതൊക്കെ റേഡിയോയില് ചോദിച്ചത്. എന്നിട്ട് ഹലോ എന്തോടാ കേട്ടില്ല. എന്തുപറ്റി വാസണ്ണ എന്തുപറ്റി? ഹലോ പോയടാ പോയടാ. ആര് പോയെന്ന്? എങ്ങോട്ട് പോയി? ആരെങ്ങോട്ട് പോയിന്ന്? നിങ്ങളൊക്കെ ആര് പോയത്? ഗ്യാങ് ഹൗസ് വാടാ. അണ്ണൻ പോയെന്തൊക്കെ? എടാ വണ്ടിയിട് ഇത് മറ്റേ TV ആണ്, ഉറപ്പിച്ചാണ്. കരടി വണ്ടി എന്നാ. അണ്ണാ തല ഈ മാസ്ക് കൂട്ടാൻ ബാക്ക് വഴി കേറിയാ മതി. ആ കൂട്ടം ഇല്ല ഞാൻ വന്നോളാം. ഇതാരെ ബോട്ടാണ് കൊണ്ടുപോണേ. എങ്ങനെ ഇരിക്കണം? തിരിച്ചു വരുമല്ലേ? ഓക്കെ. ഞാൻ മണി ടർഫിലുണ്ടാ. എടാ നീ ആർക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്യണ്ടാ? മണി ടർഫില് ആർക്ക് കൊടുക്കാനാടാ ഗ്രൈൻഡ് ചെയ്യണ? നീ വാടാ. പോയടാ കരടി എടുക്കാൻ പോയതാടാ. പോയടാ തുണി അലക്കാതെ സുരുപോലെ വിളിച്ചൊരു വരവ് വരും. അതെന്തിനത്? നാടിന്റെ നാഥന് വീടാ പരുന്തു വാസു ഉപചാരപൂർവ്വം എണ്ണ കണ്ടല്ലേ ഞാൻ വന്നിറങ്ങിയതേ ഉള്ളൂ. അണ്ണാ 50 ലക്ഷം അറിയ ഒരു ഫ്ലെക്സ് അടിക്കാൻ. അയ്യോ 50 ലക്ഷമൊക്കെ ഇറക്കി ഇതിനായിട്ട്. ഇവിടെ അണ്ണാ എങ്ക പാത്തല്ലേ അണ്ണൻ. അണ്ണ മാല ഇട്ട് നോക്ക്, ഒരുത്ത ഫോട്ടോ എടുക്കുന്നുണ്ടോ അവിടെ? ആ സൈഡിൽ M4 എന്തിനു വെച്ചത്? ഒരു ശസ്താവ വെച്ചുകൂടായിരുന്നാ? ആരെങ്കിലും ചോദിച്ചാ വിമലനാന്ന് പറഞ്ഞാ മതി. ഓക്കെ. എടാ എന്താ ഈ കാര്യങ്ങളൊക്കെ? ഇതിന്റെ ആവശ്യമുണ്ടോ ക്യാഷിന്റെ?
എന്നെ അതിനകത്ത് വെച്ച് വലിയ മൈൻഡ് ചെയ്യണ്ട. വിമലം വന്നു അങ്ങനൊന്നും പറയണ്ട. ഞാൻ സൈഡിൽ എവിടെ നിന്നോളാം കേട്ടാ. ഓക്കെ ബോഡി ഒന്നും വന്നില്ല മിസ്റ്റർ. ബോഡി ഇല്ല, കരടി കൊടുത്തില്ലെന്നാ അറിഞ്ഞത്. കരടിയാ? എന്ത് കരടി? കടിച്ചു ബോഡി കരടി കൊടുത്തില്ല. ഒരു ഫോട്ടോയോ 2 ചന്ദനത്തിരി ഒരു മാലയും തൂക്കിയോടെ ബാബു ചേട്ടൻ കരയുന്നുണ്ട്. ഇവിടെ അകത്ത് ഞാൻ വിശ്വസിക്കൂല, എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. കണ്ണം ചത്തിട്ടില്ല. രാമായണ വായിക്കണാരെങ്കിലും ഈ കൊച്ചത്തേരെ എന്റെ നേരെ നോക്കി കരയുന്നത് ഞാനല്ല മരിച്ചേ. വാങ്ങി വെക്കാൻ സൈഡിലോട്ട് മാറി എന്നാലും പുള്ളിയുടെ കാര്യം ഭയങ്കര കഷ്ടമായി പോയല്ലേ. അതെ, എടാ ചന്ദ്ര രാജ നമ്മള് പറഞ്ഞടാ, എല്ലാരും വന്നൂടെ അവിടെ? എല്ലാരും ഉണ്ടെന്നാ വായിക്കുന്നില്ല. അയ്യോ എന്തൊക്കെയാണ് ഇവിടെ? അമ്പേ ഹലോ ഹലോ പോരാ പറയട്ടാ പണ്ട് മുതലുള്ള ആഗ്രഹമാടാ ഹിമക്ക റെഡിയാക്കാൻ. ഹിമക്ക റെഡിയാക്കാനോന് ഹിമക്കരടിയുടെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് TV എപ്പിച്ചെന്ന് പറഞ്ഞ് ഹിമക്കരടി പിറ്റിച്ചിണ്ടി നേരിട്ടും മറ്റേ നെയ്യെടുക്കാനുള്ള പരിശ്രമത്തിലാണെന്നാണ് എല്ലാരും പറയുന്നത്. ഇല്ലടാ ബോഡി ഇല്ലടാ. പഴയ ജെട്ടി കിടപ്പുണ്ട്. മലയുടെ പഴയ ജെട്ടി അന്നുവിന്റെ പേരിലുള്ള ജോക്കിന്റെ പേരിലുള്ള ഒരു ജെട്ടി തൽക്കാലം അത് ഒഴുക്കാനാണ് ഇവിടെ പ്ലാൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാബു. അത് ഇനി എന്ത് ചെയ്യാനടാ? ഹിമക്കറിക്കറിയാവോടാ ഗ്യാങ് ആണ് മറ്റേടാണ് മറ്റേടാണ്. ഇവിടെ 5 ദിവസം മുന്നേ ഫ്ലൈറ്റ് പിടിച്ച് പോയതാടാ ഹിമാലയയിലോട്ട്. സ്വെറ്ററൊക്കെ കൊണ്ടുപോയി, ഒന്നും കിട്ടിയില്ലടാ. അകത്തോട്ട് വാ എടാ, എല്ലാരും അകത്തോട്ട് വാ. ബാബു ആ കഞ്ഞിയൊക്കെ ആ അലീനയുടെ കൂട്ടുകാരൊക്കെ നിൽക്കാൻ കുഴപ്പമില്ലല്ലോ, അവര് വെച്ചോട്ടെ ബാബു. അതെ ഞാൻ മുളയില്ലാതെ പിന്നെ ഇനി എന്റെ ഗ്യാങ് ഹൗസിൽ പെണ്ണ് കയറിയാണ്ട് ആള് കയറിയുണ്ട്. വാ ആരും ബഹളം വെക്കല്ലേ, രാമായണം വായിക്കുവാണ്. ആരും ബഹളം വെക്കല്ലേ, രാമായണം വായിക്കുവാണ്. ഇവിടെ ആരും ബഹളം വെക്കല്ലേ. കിളികൾ പലതുണ്ട് എല്ലാരും ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു മനുഷ്യൻ സിനിമ പാട്ടല്ലേ? മാണിക്കച്ചേറ വെളിയില് കഞ്ഞി വന്നിട്ടുണ്ട്. ആരും ഓടില്ലേ, പോയി കുടിക്കണേ, പയ്യെ പോയി കുടിക്കണേ. ഉണ്ട് എല്ലാവർക്കും തരാം. ചന്ദ്രന്റെ ബാക്കി ആരും അറിഞ്ഞില്ലല്ലോടാ. ചന്ദ്ര ഫോട്ടോ മരിച്ച ദിവസമെങ്കിലും ആരും സമ്മാനായിട്ട് നിക്കട്ടെ. 5-6 പേര് മരിച്ച ദിവസം അല്ലടാ. ഹലോ, ഈ ബിരിയാണിയോടെ കാലിന്റെ ഇടയിൽ താഴെ കാലിന്റെ അടിയിൽ രാമായണം വായിക്കുന്ന ഒരു ഭരണ വീട്ടിൽ കിടന്നത് എല്ലാരും ഇങ്ങനെ ബേളം. അവിടെ രാമായണം വരെയൊക്കെ കേൾക്കുന്ന പോലും അപ്പൊ രാമായണം വായിക്കാൻ പറയാം. എല്ലാരും മിണ്ടായിരിക്കും. രാമായണം വായിക്കണ പറഞ്ഞല്ലടാ. എല്ലാരും രാമായൺ വായിച്ചോ.
കൂട്ടുകാരുടെ പേരെന്താ? കൂട്ടുകാരാ എല്ലാം സൈലന്റ് ആവണല്ലേ? സൗണ്ട് ഇഷ്ടമല്ല. ചുമ്മാ രാമായണമാണ്, കറക്റ്റ് രാമായണമാണ്. ചെറുക്കന 2000 കോടിക്കാണ് ഇറക്കിയിരിക്കുന്നത്. വായിക്ക് രാമായണം, രാമായണം കണ്ടിനോ? ശിവശക്തി ഈ കൊച്ചിന് വയറുവേരെടുക്കണ്ടോ മോളെ പുറത്തേക്ക് പൂജാരിയായിട്ട് വാടാ. ഇന്നലെ വരെ ഓടി നടന്ന ആള് ഇതൊക്കെ ആരൊക്കെ വന്ന് കരയാണ്? എന്നെ ഒരു പരിചയമില്ലാത്ത എല്ലാവർക്കും വിഷമമുള്ളത് ആരും ബഹളം ഉണ്ടാകല്ലേ. മൊലാലി കൂട്ടുകാരൻ വാ. മൊലാലിയുടെ അവസാനത്തെ ജട്ടി മാത്രം കൊണ്ടൊഴിക്കാൻ കടലില് പാടിയില്ല. മൊലാലിയുടെ ബോഡി ഒഴിക്കാൻ പോണേ. മൊലാലിയുടെ മറ്റേ കൂട്ടുകാരെ വിടാ. എന്റെ പൊന്നു, ഇതൊക്കെ കണ്ട ഇതെവിടെ ഒഴുക്കാൻ പോയത്? അതാരാ ബാക്ക് നിൽക്കാരുന്നേ? നടക്കടേ ഓടല്ലടേ ബോഡിയൊക്കെ കാണാൻ. അപ്പൊ അറിഞ്ഞും അറിയാതെയും പലരും മുലലയോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പലരോടും പൈസ വാങ്ങിയിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം, നമ്മളെ മുലലയോട് ക്ഷമിക്കണം. അവസാനത്തെ കഷ്ടത്തിൽ തൊട്ട് പറയണം ക്ഷമിക്കണമെന്ന്. അങ്ങ് സ്വർഗത്തിൽ നമ്മുടെ മുലലിക്ക് പോലുള്ള വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കണം ഓരോരുത്തരും. ആരും മുലലയോട് പിടിക്കരുത്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ബോഡി കടലിലേക്ക് ഒഴുക്കുവാണ്. ആരും മാറി ബോഡി കൊണ്ടോട്ടാ. എടാ അപ്പം മലലിയുടെ ബോഡി അങ്ങോട്ട് ഒഴുക്കുവാണ് എല്ലാരെയും സമ്മതത്തോടു കൂടി. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുന്നു. ആ ഷോട്ട് എവിടെ ക്യാമറ വെച്ച് എടുക്കണമെന്നാ ചോദിച്ചത്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. അയ്യോ, ക്യാമറ വെള്ളത്തിൽ ചാടി വേണ്ടായിരുന്നു. അണ്ണുള്ള സമയത്ത് എന്നെ കൺട്രോൾ ചെയ്യാറില്ലടാ. പാടാതെ അന്നുള്ളപ്പോ അന്നെ കൺട്രോൾ ഇനി ആരുമില്ലടാ. നാളെ സിറ്റി കത്തിക്കും. എന്തൊക്കെയാടാ എന്റെ അമ്മോ. ഞാൻ ജീവിച്ചിരിപ്പണെന്ന് മൂന്നാമതൊരാൾ അറിഞ്ഞ അമ്പത്തൂരെ നിന്നെ കൊന്നതാ ഈ കടലിലെറിയും ഞാൻ.
അണ്ണന് തോന്നുന്നുണ്ടോ ഇത്ര നേരമായിട്ട് എന്റെ വായിൽ എന്തെങ്കിലും വീണിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ ഫുഡ് കൊടുത്ത് അഭിനയൊക്കെ അവിടെ കണ്ടായിരുന്നു. വാസുവിന്റെ അടുത്ത് എപ്പോഴെങ്കിലും താടി വരണോന്ന് പറഞ്ഞില്ലേ? അണ്ണൻ കാട്ടിപ്പോയി. കരടിയിലെ കടി കൊണ്ട് വെറുതെ അവിടെ പോയിട്ട് കരടിയുടെ നെയ്യിട്ടിട്ട് മുഖത്തേക്ക് പറയല്ലേ ടിവിയെ പിടിച്ചിട്ടുണ്ട് കരടി വരോ ആൾക്കാരുണ്ടെന്ന് മൊലാലിയെ കാണാത്തിന്റെ പേരിൽ 2 കോ ലീഡറിനെയും ഹിമക്കരടി റെസ്റ്റോറന്റ് ഞാനും ചന്ദ്രനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നാളെ ആ ബോഡിയും കിട്ടും. അപ്പൊ പിന്നെ നമ്മളെ ഉള്ളു. പിന്നെ മെന്നിയണ്ണന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. അത് ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഹിമക്കരടിക്കാരെ ഞാൻ വിട്ടു കൊടുക്കുന്നില്ല തൽക്കാലം. തീർന്നല്ലോ. അവകാശി എന്റെ ഈ വയറ്റിൽ വളരുന്നുണ്ട്. അത് ഹിമക്കരടിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. അയ്യോ അതെങ്കിലും കണ്ടുപിടിച്ചതാ. കൺമണി അയ്യോ എന്താ നോക്കിയിരിക്കുന്നു? വാ ഒരു മിനിറ്റ്. കൺമണി. കൺമണി അയ്യോ ആരുടെയെങ്കിലും വിളി കേൾക്കുന്നുണ്ടോ? കൊറേ നേരോട്ട് വിളിച്ചിരുന്നില്ല. ചട്ടി എടുത്താന്ന്. അതല്ല, വേറെ ആരെങ്കിലും കൺമണിന്ന് വിളിക്കുന്ന കേട്ടായിരുന്നോ? ഇല്ല, കേട്ടില്ലേ? ഇല്ല. കൺമണി കേട്ടോ? എന്റെ പൊന്നു കൺമണി, ഇത് ഞാനാ. തിരിഞ്ഞു നോക്ക്. ഹെൽമെറ്റ് മാറ്റി. വാസൂട്ടി കൺമണി. വാസൂട്ടി അകത്തോട്ട് കയറി പോവാനെ എന്റെ ശവം കാണാൻ എനിക്ക് വാസൂട്ടി എന്തോ വാസൂട്ടി ഐ ലവ് യു. ലവ് യു കൺമണി. ഒന്ന് വന്നേ, ഒരു കാര്യം പറയണ്ട്. നമ്മൂര് ഈ സ്വത്തൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതാണോ? അവന് പണ്ടേ കോട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, പേശപ്പട്ടി. അവന്റെ നമ്പർ തന്നെ സേവ് ചെയ്ത് വെച്ചിരിക്കണ എന്താണ്? പേശപ്പട്ടി എന്നാണ്. കയ്യിൽ ഫോണില്ലാറല്ലേ കാണിച്ചു തരാറ്. ഞാനേ റേഡിയോയിൽ കണക്റ്റഡ് അല്ലേ ഇപ്പോഴും എല്ലാരും? ജസ്റ്റ് ഒന്ന് ചോദിച്ചാ ചുമ്മാ. ഹലോ, റേഡിയോയിൽ എല്ലാരും ഇല്ലേ? ഹലോ, എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. അത്യാവശ്യമാണ്, സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ വാറിലൊരു മെസ്സേജ് ഇടും. അപ്പൊ നീ വെറുതെ റേഡിയോയില് വാറിൽ എന്തോ വന്നേക്കുന്ന നോക്കണം എന്ന് പറഞ്ഞേട്ടാ. ഓക്കെ, ഈ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞാൻ പോവും. പിന്നീട് എന്റെ ഐഡന്റിറ്റി ആർക്കും അറിയത്തില്ല എവിടെയാന്ന് തൽക്കാലത്തേക്കിന്. അപ്പൊ അതുവരെ തൽക്കാലത്തേക്കിന് ആരും അറിയണ്ട. വെയിറ്റ്. ഞാൻ കാര്യം ചെയ്യട്ടാ. ചന്ദ്രൻ ടോയ്ലറ്റാ ഉറപ്പല്ലേ? അണ്ണനാ? ഏരണ്ണേ? ആരെണ്ണ? റേഡിയോയിലുണ്ടോ അണ്ണാ? അതല്ല, ഫേക്ക് ആയിരിക്കടാ. എടാ നിങ്ങൾ ഇങ്ങനെ എന്താടാ ഒരുമാതിരി അങ്ങോട്ട് പോയ ഒറ്റ ഒരു കാര്യം എനക്ക് നീ പറഞ്ഞേക്കുള്ളതായിരിക്കുമല്ലോ, എപ്പോഴത്തെ പോലെ ആയിരിക്കില്ലല്ലോ അല്ലേ ചന്ദ്ര? ഈ കേസ് വെച്ച് ഞാൻ കള്ളം പറയോ? എന്റെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ രാവിലെ ഞാൻ സ്വപ്നം കണ്ട് മുരളി ഇങ്ങനെ മരിക്കണായിട്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പോയി ഒരു കബഡി നിരത്തി നോക്കി. അപ്പൊ ആ ജോത്സ്യനാണ് പറഞ്ഞത് മുരളി മരിച്ച് കൺഫേം ആണെന്ന്.
ജോൾസിനാണ് പറഞ്ഞല്ലേ അങ്ങനല്ലേ ആദ്യമേ പറയുന്നേ. പക്ഷെ ആ പുള്ളിക്കാരൻ പറഞ്ഞൊന്നും ബലിക്കായിരുന്നില്ലടാ. പുള്ളിക്കാരൻ ഇതുവരെ എല്ലാം മരിച്ചിട്ടുണ്ട്. എല്ലാരും പറഞ്ഞ എല്ലാരും. നിന്റെ പേര് ചോദിക്കാവുള്ളായിരുന്നു അവിടെ. നീ എന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ജോത്സ്യനാണ്. പുള്ളിക്കാരൻ പറഞ്ഞ തെറ്റൂല. മരിച്ചെന്ന് പറഞ്ഞാൽ മരിച്ച് കൊറേ ദിവസം ഒരു കോളെങ്കിലും വിളിക്കൂല. ഇത്രയും ദിവസം അല്ലടാ. ആ എന്നാലും എനിക്ക് ചെറിയൊരു ഒരു ആവലാതി. എന്തൊരു വേവലാതി. നമുക്ക് സത്യം പറയല്ലേ, ഞാൻ ജോത്സ്യം പറഞ്ഞേ എനിക്ക് രാജകാലമാണ് ഇനി. 25 വയസ്സ് മുതൽ ഞാൻ രാജാവായിരിക്കും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് 25 ആവാറായി. ഒരു ഇതുകൂടി ഇട്ടിട്ട് പോവാം. വെയിറ്റ് എന്റെ KGF വീണ്ടെടുക്കാൻ ഞാൻ തിരിച്ചു വരും. ഇതിനൊക്കെ ഒരു സംശയമുണ്ട് എന്നെ ഇപ്പോഴും. എന്റെ പെട്ടിയൊക്കെ എവിടെ ഇരിക്കണം ബാബു? ചന്ദ്ര പോലെ ചന്ദ്ര കട